ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്ന കുഞ്ഞാറ്റയോടും ഭാനുമയോടും പറയാണ്, ഇപ്പോൾ മഞ്ജുവിനെ ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അമ്മേ, എങ്കിലാണ് ശാലിനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭാനുമ പറയാണ്, അതൊരിക്കലും നടക്കില്ലല്ലോ, കാരണം നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടൊന്നുമല്ലല്ലോ, ഒത്തിരി തവണ നമ്മൾ ശ്രമിച്ചല്ലോ, എന്നിട്ടും അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭാനുമ അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം അവിടെ കുഞ്ഞാറ്റ പറയാണ്, എന്തിനാണ് വെറുതെ പിന്നെ ശ്രമിക്കാത്ത കാര്യത്തിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നത്. മഞ്ജു ഒരിക്കലും ഗിരിയുടെ ജീവിതത്തിൽ നിന്ന് പോവില്ല വെച്ചെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ, എന്തായാലും ശാലിനിക്ക് വേണ്ട വെച്ചെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതെൻ്റെ വാശിയാണെന്ന് സ്വപ്ന പറയാണ്. കാരണം മഹിമയും മഞ്ജും വല്ലാതെ എൻ്റെ മുന്നിൽ നെഗളിച്ചിട്ടുണ്ട്. ആ നെഗളിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം, അതെൻ്റെ വാശിയാണ്. പിന്നെ ഈ പറഞ്ഞ അമ്മയുണ്ടല്ലോ, ഏത് സമയത്തും ഗിരിയേട്ടൻ്റെ പുരാണമാണ് പറയുന്നത്, എന്തിനും ഏതിനും പഠിക്കുന്ന കാലത്ത് പോലും ഗിരിയേട്ടനാണ് നല്ലത് എന്ന് പറഞ്ഞ് എന്നെ പുച്ഛിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലക്ഷ്യം നിറവേറണം. ശാലിനിയെ ഗിരിയേട്ടൻ കല്യാണം കഴിച്ചാൽ എനിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന സഞ്ജു എന്നെയും കല്യാണം കഴിക്കുക. അതോടുകൂടി വേണം ഈ ഗിരിയേട്ടനെ പോലും എനിക്ക് തള്ളിക്കളയാൻ. ഞാൻ എൻ്റെ കാര്യം കാണാനാണ് എല്ലാവരെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ സ്വപ്ന കുഞ്ഞാറ്റയോട് പറയുമ്പോൾ കുഞ്ഞാറ്റയുടെ ലക്ഷ്യം അത് മനസ്സിൽ നിറവേറണം കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ചാച്ചുവിനെയാണ് കാണിക്കുന്നത്. ചാച്ചു പറയാണ്, ശാലിനി നാളെ നീ ഗിരിയുടെ വീട്ടിൽ പോകുമ്പോൾ ലുക്കൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, നീ ഒരു സെറ്റ് സാരി എടുക്കണം, നിൻ്റെ സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് ഗിരിക്ക് തോന്നണം, ആ വേഷത്തിലായിരിക്കണം നീ പോകേണ്ടത്. എന്താ പറയുന്നത്, സെറ്റ് സാരി? അയ്യേ, അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, നിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ വിശ്വാസം അതാണ് നീ നേടേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ സെറ്റ് സാരി എടുക്കാം, എന്നാൽ അങ്ങനെ പോവാമെന്ന് പറയുന്നത് സഞ്ജു കേട്ട് വരികയാണ്. എടി, നിങ്ങൾ പോകുന്നെങ്കിൽ ഞാനും പോകുന്നു എന്ന് പറയട്ടോ. നീ വരണ്ട എന്ന് ശാലിനി പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന നീ എന്താ എന്നോട് വരണ്ട എന്ന് പറയാൻ കാരണം എന്താ എന്നിങ്ങനെ സഞ്ജു ചോദിക്കുക. അപ്പോൾ തന്നെ നീ വരണ്ട എന്ന് പറഞ്ഞില്ല, നീ അവിടെ ചെന്ന് വേറുണ്ടും ഒരു പ്രശ്നമുണ്ടാക്കും, അതോടുകൂടി എൻ്റെ പ്ലാനുകൾ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പോകുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ വരുമെന്ന്, നീ എന്നെ തടയാൻ നിൽക്കണ്ട. പിന്നെ ഇപ്പോൾ എന്തിനും ഞാൻ നിന്നോട് വഴക്ക് കൂടിയാൽ ഇവിടെ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷയൊന്നും എനിക്ക് വേണ്ട, അച്ഛനില്ല. അപ്പോൾ അതുകൊണ്ട് നിന്നെ എനിക്ക് അടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ശാലിനിയുടെ. അപ്പോൾ ശാലിനി കൈ ഓങ്ങിയതാണ് ഏട്ടൻ്റെ മുഖത്തോട്ട്. അപ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയുകയാണ്, നിങ്ങൾ വിട്, നിങ്ങൾ തമ്മിലുള്ള അടി മാറ്റാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ശാലിനി നാളെ ഗിരിയുടെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പോവും, പിന്നെ സഞ്ജു വരുന്നതിൽ നിനക്കെന്താ കുഴപ്പം, എന്താ നിൻ്റെ പ്രശ്നം എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ഏവൻ വന്നാൽ ശരിയാവില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും, എന്തിനാ നീ ഇത്ര വാശി പിടിക്കുന്ന, പ്രശ്നം ഉണ്ടാക്കില്ല എന്ന വാക്ക് ഞാൻ നിനക്ക് തരുന്നല്ലോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ശാലിനി പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചാച്ചി ചോദിക്കാൻ, നീ എന്തിനാ വരുന്നത്? അതെ, എനിക്ക് സ്വപ്നയ്ക്ക് മുന്നിൽ അന്ന് ആളാവാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ ഗിരിയുടെ കണ്ണിൽ പെടേണ്ട, അത് നോക്കിക്കോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത്. തൻ്റെ അമ്മയെ കാത്തു നിൽക്കുകയാണ്, ഗൗരിയമ്മ വരുന്നില്ല. എന്തൊരു കഷ്ടമാണ്, എത്ര നേരമായി, ഇന്നിപ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു, അമ്മ ഒന്ന് വരുന്നുണ്ടാ, ഇതാ വരുന്നടാ എന്ന് പറഞ്ഞിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ എന്താ അമ്മ എത്രയും ലേറ്റായി, ഇനി എപ്പോഴാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് വേഗം മാറ്റൽ കഴിയും, എന്നാൽ പെണ്ണുങ്ങൾക്ക് അത് കഴിയില്ല, പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മാറ്റൽ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് ഓടുകയാണിട്ടാ. കിച്ചണിൽ എന്തോ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ, അത് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇത് സ്ഥിരം പരിപാടി തന്നെ, കലാപരിപാടി നടത്തുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗിരിയുടെ ഫോൺ വരികയാണ് കേട്ടോ. അങ്ങനെ ഗിരിയുടെ ആ ഫോൺ എടുക്കുകയാണ് മുകുന്ദൻ. എടാ, നീ എത്തിയില്ലേ, നീ ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല, അമ്മ സ്ഥിരം കലാപരിപാടികൾ നടത്തുന്നു, അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, അപ്പോൾ ഇന്ന് ഓണം കഴിയുമ്പോഴത്തേന് എത്തുമോ? അപ്പോൾ ഉടൻ തന്നെ എടാ, 1/2 മണിക്കൂറല്ലേ, എല്ലാം കഴിഞ്ഞു, അമ്മ ഉണ്ട്, ഇറങ്ങി വന്നാൽ പോരുക തന്നെ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ശരിയെന്ന് പറയണേ. എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത്. ഗിരി തൻ്റെ മുണ്ടും ഷർട്ടും ബെഡിലിട്ടിരിക്കുന്നു. അങ്ങനെ ഗിരിക്ക് എങ്ങനെ എടുക്കുമെന്നറിയാത്ത, കയ്യിൻ്റെ ആ വേദന കൊണ്ട് എടുക്കുന്നറിയാതെ ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജു വരികയാണ്. അപ്പോൾ മഞ്ജു വരുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, എന്താ ഗിരിയേട്ടാ, ഓണായിട്ട് കോടിയൊന്നും ഇടുന്നില്ലേ, എന്താ അങ്ങനെ നിൽക്കുന്നത്? അതെ, ഞാൻ ഷർട്ടും പാൻറ്റും ഇട്ടെങ്കിലും ചിന്തിക്കുന്നത്, മുണ്ടെന്ന് എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയാം, ഞാനങ്ങ് ഉടുത്ത് തന്നാലോ? എന്നാൽ കൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ മഞ്ജു അഴിച്ചു കൊടുക്കണിട്ടാ. അപ്പോൾ ഈ സമയം അത് വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി ഗിരി ഇങ്ങനെ കണ്ണ് വെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ ഷർട്ട് പതുക്കെ ഊരാണ്. അപ്പോൾ നന്നായി നാണം വരുന്നുണ്ട് മഞ്ജുവിന്, എങ്കിലും കൂടി സന്തോഷത്തോടു കൂടി തൻ്റെ ഗിരിയേട്ടനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഗിരിയേട്ടൻ ഒതുങ്ങി നിൽക്കുക, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഷർട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചൂരാണ്.
അങ്ങനെ ഈ സമയം ഗിരി അത് നന്നായി ആസ്വദിക്കുന്നു. പിന്നീട് മുണ്ടെടുക്കണം കേട്ടോ. അങ്ങനെ മുണ്ടെടുത്ത് മഞ്ജു എന്ത് ചെയ്യും, ഗിരിക്ക് ആ മുണ്ടിൻ്റെ ആ കുത്തുണ്ടല്ലോ അതൊക്കെ ഉള്ളിലോട്ട് കുത്തി കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തന്നെ ഗിരിക്ക് കിട്ടുന്നു, മഞ്ജുവിനും കിട്ടുന്നു. അവരുടെ ആ പരസ്പര നോട്ടത്തിൽ ഇങ്ങനെ ചുണ്ടോട് ചുണ്ടായിട്ടുള്ള ആ പ്രണയം അങ്ങ് നുകരാൻ പോകുമ്പോഴേക്കും ഗിരിയെ തൻ്റെ അമ്മ വിളിക്കുകയാണ്. ഗിരി നീ വന്നേ എന്ന് പറയുമ്പോൾ മഞ്ജു ചിരിക്കണം കേട്ടോ. ഏത് സമയം എങ്ങനെയാണല്ലോ ഇവരുടെ ഈ നോട്ടത്തിൽ അപ്പോഴാരെങ്കിലുമൊക്കെ ആയിട്ട് വരും. പിന്നീട് ഷർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ജു. അപ്പോൾ അതിൻ്റെ കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയണേ. അങ്ങനെ ഗിരി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജു അത് വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി വല്ലാത്തൊരു ആനന്ദത്തോടു കൂടി മഞ്ജു ആ കാര്യത്തെ ഓർത്ത് തൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം സ്വപ്ന വല്ലാത്ത ടെൻഷനിലാണ്. അപ്പോൾ കുഞ്ഞാറ്റ് വരുന്നത്, എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും വീടൊക്കെ നന്നായി അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ സ്വപ്ന പറയണേ, അതെ ആ മുകുന്ദനും ആ ഗൗരിയമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെന്താ നിനക്ക് കുഴപ്പം? നീ എന്നെ ഒഴിവാക്കിയതല്ല. അതല്ല എൻ്റെ പ്രശ്നം. അവൻ വന്നു കഴിഞ്ഞാൽ ആ ഗൗരിയമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം. അയാളെ ഞാൻ പ്രണയിച്ചിരുന്നെന്ന സത്യം അറിയാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വിളമ്പും എന്ന പേടിയാണ്. സഞ്ജുവിൻ്റെ മുന്നിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ? ആ ഷാലിനിക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ? അതാണോ അവരുടെ കാര്യമാണോ? അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവരുടെ മുന്നിൽ വായത്തൊന്നിയത് വിളിച്ച് പറയാൻ നിൽക്കണ്ട എൻ്റെ കുഞ്ഞാറ്റെ. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അവരെന്നെ ഒന്നും ചെയ്യില്ല എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. അപ്പോഴാണ് ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ മഞ്ജുവും ഗിരിയും ഇലയൊക്കെ വെട്ടി വരുന്നത്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, ഞാൻ പിടിക്കാം. അത് വേണ്ട, എൻ്റെ ഗിരിയേട്ടൻ്റെ കൈക്ക് വയ്യാത്തതല്ല, ഞാൻ പിടിച്ചോളാം, അതൊന്നും പ്രശ്നമില്ലടോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ മുകുന്ദനും ഗൗരിയമ്മയും വന്ന് ബൈക്കിൽ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഗൗരിയമ്മ അങ്ങനെ തെറിച്ച് നോക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരെ ഉമ്മറത്തുള്ള നൃത്തം ഗൗരിയമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റയും നന്നായി പേടിക്കുന്നു. അവരിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ഗൗരിയമ്മ വന്നിട്ട്, ഈ എരണം കെട്ട സാധനങ്ങളെ ആരാണ് ഇവിടെ കൊടുന്നു വെച്ചത് എന്ന് പറയുമ്പോൾ അവിടെ നന്നായി പേടിച്ചു സ്വപ്നയും അതുപോലെ കുഞ്ഞാറ്റയും കേട്ടോ. അപ്പോൾ ആരെയാണ്, ഞങ്ങളെ തന്നെയാണ് ഈ പറഞ്ഞതെന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗൗരിയമ്മ അവിടെ ചൂലിരിക്കുന്നുണ്ടാവും കേട്ടോ. ഇത് ഉമ്മറത്താണ് കൊണ്ടുവെക്കേണ്ടത്, ഈ എരണം കെട്ട സാധനം അതൊക്കെ ബാക്ക് വശത്ത് കൊണ്ടുവെക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോഴവർ പേടിച്ച് വരച്ചും കൊണ്ട് വെള്ളം ചെറുതായി ഒന്ന് ഇറക്കി കേട്ടോ. അങ്ങനെ ഗൗരിയമ്മ ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഭാനുമ്മ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഭാനുമ്മയെ കാണുമ്പോൾ ഭാനുമ്മ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ വിളിക്കുന്നു, ഭാനുമ്മ തിരിച്ച് വിളിക്കുന്നു. അപ്പോഴേക്കും മഞ്ജുവും അതുപോലെ ഗിരിയും ഇറങ്ങി വന്നു കേട്ടോ. അങ്ങനെ ഗൗരി, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, നിനക്കൊന്ന് അങ്ങോട്ടേക്ക് വന്നൂടെ? അപ്പോൾ തന്നെ ഗൗരിയമ്മയോട് ഭാനുമ്മ പറയണേ, നിന്നെ ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയിലും സീരിയലൊക്കെ നോക്കണമല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ, നിനക്ക് എൻ്റെ അടുത്തോട്ട് വന്നാൽ പോരെ എന്ന് പറയുമ്പോൾ എനിക്ക് സുഖമില്ലാഞ്ഞിട്ടാ എന്ന് പറയണേ. നിനക്ക് എന്ത് സുഖമില്ലായിക എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അങ്ങ് തൊടണിട്ടാ. ആഹാ, എൻ്റെ മോളുടെ ആദ്യത്തെ ഓണല്ലേ ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ അത് ഗൗരിയമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഭാനുമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭാനുമ്മ ഗൗരിയമ്മയോട് പറയണ, വാ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെയിട്ട് പിന്നീട് ഗൗരിയമ്മ ഇങ്ങനെ ഭക്ഷണം സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭാനുമ്മ പറയും, ഞാൻ ഉണ്ടാക്കിക്കോളാം, എങ്ങ് തന്നേക്ക് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, വേണ്ട, എൻ്റെ സ്വാധീനം എനിക്കറിയണ്ടേ, നീ എൻ്റെ ഭക്ഷണം എത്ര നാളായി കഴിച്ചിട്ട് ഗൗരിയമ്മ പറയാണ്. അപ്പോൾ ഭാനു, ഞാൻ ഉണ്ടാക്കി തരാം എന്നിങ്ങനെ ഭാനുമ്മയോട് പറയണം കേട്ടോ. എന്നാൽ അങ്ങനെ ആവട്ടെ. എന്നാലും ഞാനൊരു കാര്യം പറയാം, നിൻ്റെ മരുമകൾ അത് സൂപ്പറാ. നിൻ്റെ മരുമകളും മഹിമയുണ്ടല്ലോ, അവർക്ക് ഭക്ഷണത്തിൽ നല്ല അസാധ്യ ടേസ്റ്റാണ് അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം. അത് നിൻ്റെ രണ്ട് മരുമക്കൾ നിൻ്റെ മരുമകൾക്ക് അവളുടെ അനിയത്തിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭക്ഷണം 7 ഇലത്തൊന്നും വരില്ല എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താ ഭാനു, ഞാൻ പറഞ്ഞപ്പോൾ നിനക്കത് ഇഷ്ടപ്പെടാത്തതുപോലെ? എന്താ നിൻ്റെ വെറുപ്പും വിദ്വേഷവും ഒന്നും ഇപ്പോഴും മാറിയില്ലേ? ആ കുഞ്ഞുങ്ങളോട് എന്തിനാണ് നിനക്ക് ഇത്ര വെറുപ്പും വൈരാഗ്യവും? പണ്ടെങ്ങ് ആരോ ചെയ്ത തെറ്റിന് എന്തിനാ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? എൻ്റെ ഗൗരിയമ്മേ, പണ്ടെങ്ങും ആരോ ചെയ്ത തെറ്റിന് നിന്ന് ഇപ്പോഴും ആ തെറ്റ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ അവളുടെ കൂട്ടങ്ങളല്ലേ കൊന്നു കളഞ്ഞത്, അതിൻ്റെ എന്തെല്ലാം വേദനകൾ ഞങ്ങൾ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ? എൻ്റെ ഗിരി ഇത്രത്തോളം എങ്ങനെ മാറിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ എങ്ങനെയാണ് ഈ പോലീസുകാരിയെ സ്നേഹിക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഗൗരി, എൻ്റെ ഭാനു, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞാറ്റ അതേ സ്വപ്നം വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭാനുമയെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ ഗൗരിയമ്മക്ക് കാര്യം മനസ്സിലായി, ഇവർ തമ്മിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഭാനുമയുടെ മനസ്സ് ഇങ്ങനെ അലിഞ്ഞു വരികയാണ്. അപ്പോഴാണ് കുഞ്ഞാറ്റ കയറി ഇടപെടുന്നത്. അത് ഇപ്പം തന്നെ പോകണം, സ്വപ്നം ഇപ്പം തന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, പെട്ടെന്ന് ചെല്ലൂ എന്ന് പറയുമ്പോൾ ഭാനുമ്മയോട് ഗൗരിയമ്മ പറയാണ്, പൊയ്ക്കോളൂ എന്ന് പറയട്ടെ. അങ്ങനെ ഭാനുമ്മ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം കുഞ്ഞാറ്റ
അല്ല ഞാൻ വിചാരിച്ചേ മഞ്ജുവിനെ കുറിച്ച് പറയാൻ ഒരുങ്ങിയതായിരിക്കൂലേ, സോറി കേട്ടാ, സ്വപ്നം വിളിച്ചത് കൊണ്ടാണ്. അപ്പോഴേക്കും ഗൗരിയമ്മ ചോദിക്കുകയാണ്, നീ എങ്ങനെയടി മഞ്ജുവിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നതെന്ന് കേട്ടത്? അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞാറ്റയുടെ കാരണം നോക്കി ഒന്നാണ്ട് കൊടുക്കണം കേട്ടോ, നിൻ്റെ ഒളിച്ചും പാത്തുള്ള കളി നിർത്തിക്കോ, നീ ഇവിടെ എന്തിനു വന്നതാ, വേലക്ക്? എന്നാൽ ആ വേലക്കാരി റൂൾ ചെയ്താൽ മതി, അല്ലാതെ ഇങ്ങനത്തെ ഏഷണി പരദൂഷണത്തിന് നിൽക്കണ്ട എന്ന് പറയും കേട്ടോ. പിന്നീട് മുകുന്ദൻ ഇങ്ങനെ ഗിരിയുടെ കയ്യിലൊക്കെ ഇട്ട് ബാൻഡേജ് ഇങ്ങനെ മുറുക്കി കൊടുക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, പതുക്കെ ചെയ്യുന്നൊക്കെ ഗിരി പറയാണ്. അങ്ങനെ ഈ സമയം മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരാം, ഇതാ പായസം എന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ പായസം ഇങ്ങനെ കുടിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവിടെ മുകുന്ദൻ ചോദിക്കുകയാണ്, അല്ല മഞ്ജു, നിൻ്റെ ആദ്യത്തെ ഓണമല്ലേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ അനിയത്തിക്കുട്ടിയായ മഹിമ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഗിരി അപ്പോഴേക്കും പറയണം, ഓ അവളുടെ കാര്യമൊന്നും പറയണ്ട, ഒരു പോലീസുകാരിയുടെ അനിയത്തി ഇപ്പോൾ ഒരു കള്ളൻ്റെ പെരുങ്കള്ളനായ എൻ്റെ വീട്ടിലോട്ട് എങ്ങനെ വരും? അതും പറഞ്ഞത് ശരിയുണ്ട് ഗിരി പറഞ്ഞതിൽ എന്ന് മുകുന്ദൻ പറയുമ്പോൾ മഞ്ജു ഒന്ന് ഞെട്ടിട്ടോ. എന്നിട്ട് മഞ്ജുവിനോട് പറയാണ്, ദേ ഞാൻ പറയട്ടെ, ഒരു പോലീസുകാരിയുടെ അനിയത്തി ഈ വീട്ടിലോട്ട് വരിക എന്ന് പറയുന്നത് അതൊരു കുറച്ചിൽ തന്നെയാണ്, അതെൻ്റെ ഈ ഇരിക്കുന്ന ഗിരി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മുകുന്ദൻ പറയുമ്പോൾ ഗിരിയെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ന പ്രതീക്ഷയോടുകൂടി ഗിരി നിൽക്കുമ്പോൾ ഗിരിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ വാക്കുകൾ പറയാനേട്ടാ, പെരുങ്കള്ളനായ, വെറും കള്ളൻ എന്നല്ല, പെരുങ്കള്ളനും ഗുണ്ടയുമായ ഇവൻ്റെ തെമ്മാടിയുമായ ഈ വീട്ടിലോട്ട് ആർക്ക് വരാൻ ഇഷ്ടപ്പെടും? എന്നാലും എൻ്റെ മഞ്ജു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ അനിയത്തി മഹിമക്ക് വിളിക്കുക, അവൾ നീ വിളിച്ചാൽ വരാതിരിക്കില്ല, നീ എന്തായാലും അവളെ വിളിക്ക്, ഞങ്ങൾ വിളിക്കും പോലെ ആവില്ല, നീ വിളിക്കുക എന്ന് പറയണം. അപ്പോൾ തന്നെ ഫോണില്ല, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറയണ്ട. അങ്ങനെ മഞ്ജു ഫോൺ എടുത്ത് വരുന്നു എന്നിട്ട് മഹിമക്ക് വിളിക്കുകയാണ്. അപ്പോൾ മഹിമയാണെങ്കിൽ തൻ്റെ ആ വർക്ക് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളെ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.